കേരളത്തിന്റെ തറിയൊച്ചകൾ താളം പിടിക്കുന്ന മണ്ണ്, പാരമ്പര്യവും പ്രൗഢിയും ഇടചേർന്നെത്തുന്ന കുത്താമ്പുള്ളി. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഈ നെയ്ത്തുഗ്രാമത്തിൽ വിശ്വാസത്തിന്റെ മറ്റൊരു പേരായി മാറിയൊരിടം. അതാണ് നമ്മുടെ രാമചന്ദ്ര ഹാൻഡ്ലൂംസ്. പെണ്ണഴകിന് മാറ്റുകൂട്ടാൻ പട്ടുനൂലിൽ വിസ്മയം തീർക്കുന്ന ആയിരക്കണക്കിന് വെഡ്ഡിംഗ് സാരികളുടെ ഒരു മഹാസാമ്രാജ്യം തന്നെ ഇവിടെയുണ്ട്. തറികളിൽ നെയ്തെടുത്ത യഥാർത്ഥ കുത്താമ്പുള്ളി കൈത്തറി വസ്ത്രങ്ങളുടെ ഏറ്റവും വലിയ ശേഖരം രാമചന്ദ്ര ഹാൻഡ്ലൂംസിൽ നിങ്ങളെ കാത്തിരിക്കുന്നു. രാമചന്ദ്ര ഹാൻഡ്ലൂംസ്, തിരുവില്ലാമല, കുത്താമ്പുള്ളി. കലാമണ്ഡലത്തിലെ നിയമനം പ്രതിഷേധവുമായി കോൺഗ്രസ്. വൈസ് ചാൻസലറുമായി ചർച്ച നടത്തി. കലാമണ്ഡലത്തിൽ വ്യാഴാഴ്ച നടക്കാനിരിക്കുന്ന പുതിയ ഇന്റർവ്യൂ തടയണമെന്നാവശ്യപ്പെട്ട് വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. വൈസ് ചാൻസലർ പ്രൊഫസർ ബി അനന്തകൃഷ്ണനെ കാണാൻ പ്രവർത്തകരും ശ്രമിച്ചെങ്കിലും 5 പേരിൽ കൂടുതൽ അദ്ദേഹത്തെ കാണാൻ അനുവാദമില്ലെന്ന് പറഞ്ഞ് ചെറുതുരുത്തി പോലീസ് തടഞ്ഞു. പോലീസ് ശുപാർശ ആവശ്യമില്ലാതെ ഇതിനെ തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ ചെറിയ വാക്കുതർക്കമുണ്ടായി. ഒടുവിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷാനവാസിന്റെ നേതൃത്വത്തിലുള്ള 5 അംഗ സംഘം പോലീസിന്റെ സാന്നിധ്യത്തിൽ വൈസ് ചാൻസലറുമായി ചർച്ച നടത്തി. കേരള കലാമണ്ഡലത്തിൽ സാംസ്കാരിക വകുപ്പിന്റെ അനുമതിയോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള സർക്കാരിന്റെ മാനദണ്ഡങ്ങളോ പാലിക്കാതെ നിരവധി ഇന്റർവ്യൂകൾ വെക്കുകയും ആളുകളെ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പുതിയതായി തിമില അധ്യാപകരുടെ ഇന്റർവ്യൂ നടത്താൻ വേണ്ടി കലാമണ്ഡലം നിശ്ചയിച്ചു എന്നുള്ള അറിയിപ്പ് കിട്ടിയ രേഖാമൂലം രജിസ്ട്രാറുടെ കത്തും കണ്ടെങ്കിൽ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വീഴ്ചയെ കാണാൻ എത്തിയിട്ടുള്ളത്. സാംസ്കാരിക വകുപ്പ് ഇതിനെക്കുറിച്ച് ഒരു അറിവില്ല, സർക്കാരിന് അറിവില്ല. ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ് സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കാം എങ്കിൽ കൂടിയും ആ തീരുമാനങ്ങളൊക്കെ കുറച്ചുകൂടി ജനകീയമാണ്. ഇത്തരത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി കലാമണ്ഡലത്തിൻ്റെ നാശോത്മകമായ പ്രവർത്തനം നേതൃത്വം കൊടുത്ത ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളത്തെ ഈ തിമില അധ്യാപകരുടെ ഈ ഇൻ്റർവ്യൂ മാറ്റിവെക്കണമെന്ന് VCയെ കണ്ട് അറിയിച്ചിട്ടുണ്ട്. പോലീസിനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ തന്നെ ഞങ്ങൾ ചെയ്യുള്ളൂ എന്നുള്ള നടപടിയിലേക്ക് VCയും സംഘാംഗങ്ങളും കടന്നാൽ നാളത്തെ ഇൻ്റർവ്യൂ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ തടഞ്ഞിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കേരള കലാമണ്ഡലത്തിനെ ഇത്രത്തോളം നശിപ്പിച്ച കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് എല്ലാ മേഖലകളും സാമ്പത്തികമായി, സാംസ്കാരികമായി അങ്ങനെ ഒരു കലാ ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കുന്ന ഒരു സ്ഥാപനത്തിനെ ഏതൊക്കെ തരത്തിലാണോ അപമാനിക്കാൻ കഴിയുക, കൊള്ളയടിക്കാൻ കഴിയുക, ആ കൊള്ള സംഘത്തിനെ ഇതിനകത്ത് ഇറക്കാതെ ഞങ്ങൾ പിന്മാറില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇവിടെ സാംസ്കാരിക വകുപ്പുണ്ട്, കേരളത്തിന്റെ മുഖ്യമന്ത്രിയുണ്ട്, സാംസ്കാരിക മന്ത്രിയുണ്ട്. ഇവരാണ് ഈ സാംസ്കാരിക വകുപ്പിന് കീഴിൽ വരുന്ന ഇത്തരം സ്ഥാപനങ്ങളുടെ തീരുമാനങ്ങൾ യഥാർത്ഥത്തിൽ കൈക്കൊള്ളേണ്ടത്. പക്ഷേ ഇവിടെ ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനങ്ങൾ ചില ആളുകളെ നിലനിർത്തുന്നതിന് വേണ്ടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളാണ് ഇവിടെ ഇപ്പോൾ VCയുടെ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പെൻഷനായിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് ഇവിടെ കൊണ്ടുവന്ന് ഇവിടുത്തെ ജീവനക്കാരുടെ ചാർജ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം നടത്തുന്ന ഇത്തരത്തിലുള്ള അഴിമതികൾ സർക്കാർ നടപടിയെടുക്കാൻ കഴിയില്ല, കാരണം ആൾ പെൻഷനായിട്ടുള്ള ആളാണ്. അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങളുമായിട്ടാണ് ഈ കലാമണ്ഡലം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഭരണാധികാരികൾ ഇത് നിർത്തിയിട്ടില്ലെങ്കിൽ 102 സീറ്റുമായിട്ട് UDF അധികാരത്തിൽ വന്നു കേരളത്തിൽ. അതിനർത്ഥം പുതിയ നിയമനങ്ങളൊന്നും ഈ ഭരണസമിതിയോ ഈ രജിസ്ട്രാറോ ഈ VCയോ എടുക്കേണ്ട ആവശ്യമില്ല. പുതിയ തീരുമാനങ്ങൾ പുതിയ സർക്കാർ എടുക്കട്ടെ, പുതിയ ഭരണസമിതി വരട്ടെ. എല്ലാ യൂണിവേഴ്സിറ്റികളിലും മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരള കലാമണ്ഡലത്തിൽ മാത്രം ഇത്തരത്തിലുള്ള ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുക്കുക, ഇവിടെ ആളുകളെ തിരികെ കയറ്റുക, അധ്യാപകരെ അനധ്യാപക നിയമനം, ഇതിന്റെ ഓഫീസിനകത്തുള്ള നിയമനം, ഇതൊന്നും ഇനി ഈ ഭരണസമിതിയോ ഈ രജിസ്ട്രാറോ ഈ VCയോ നടത്തേണ്ട. നാളെ നടക്കാൻ പോകുന്ന ഇന്റർവ്യൂ മാറ്റി വെച്ചിട്ടില്ലെങ്കിൽ ഒരു സംശയം വേണ്ട, ഇന്റർവ്യൂ തടഞ്ഞിരിക്കും.